നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പുതുവൈപ്പ് സമരത്തിന് പിന്നിൽ തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് സൂചനകൾ നൽകി പോലീസും CPM-ഉം. ലാത്തിചാർജിന് നേതൃത്വം നൽകിയ യതീഷ് ചന്ദ്രയെ ന്യായീകരിച്ച് കോടിയേരിയും എതിർത്ത് CPI-യും. പ്രധാനമന്ത്രിക്ക് കൊച്ചിയിൽ തീവ്രവാദ ഭീഷണി ഉണ്ടായിരുന്നു എന്ന വാദമുയർത്തി പോലീസ്. പുതുവൈപ്പ് സംഭവത്തിൽ സിംഗൂരും നന്ദിഗ്രാമും ഓർമ്മിപ്പിച്ച് ജനയുഗം. ഇടതു സർക്കാരിന്റെ പോലീസ് നയമാണോ കാക്കിപ്പട നടപ്പാക്കുന്നത്? സമരത്തിന് പിന്നിൽ തീവ്രവാദ ബന്ധമുണ്ടോ? പ്രൈം ഡിബേറ്റ് പരിശോധിക്കുന്നു. അതിനു മുമ്പ് ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. പുതുവൈപ്പിൽ പുത്തൻ വെളിപ്പെടുത്തലുമായി DGP. കൊച്ചിയിൽ പ്രധാനമന്ത്രിക്ക് ഭീകരാക്രമണ ഭീഷണി ഉണ്ടായിരുന്നെന്ന് സെൻകുമാർ. മനസ്സിലായോ? നമുക്ക് ആരും റിസ്ക് എടുക്കാൻ പറ്റില്ല. പോലീസിന് അവിടെ പ്രൊട്ടക്ഷൻ നടത്തുന്നിടത്ത് പ്രശ്നം ഉണ്ടായാൽ പോലീസ് അത് പ്രൊട്ടക്ട് ചെയ്യും. ആ നടപടികളെ എടുത്തിട്ടുള്ളൂ. അല്ലാതെ നാട്ടുകാരെ മർദ്ദിച്ച DCP യതീഷ് ചന്ദ്രയെ ന്യായീകരിച്ച് DGP. യതീഷ് ചന്ദ്രയ്ക്ക് മറ്റു മാർഗമില്ലായിരുന്നുവെന്നും സെൻകുമാർ. പുതുവൈപ്പ് സമരത്തെ തള്ളി CPM. വികസനം തടയാൻ ചിലരുടെ ശ്രമമെന്ന് കോടിയേരി. മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് CPI. പോലീസിനെ മുഖ്യമന്ത്രി നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ജനം നിലയ്ക്ക് നിർത്തുമെന്ന് എറണാകുളം ജില്ലാ സെക്രട്ടറി P. രാജു. പോലീസിനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുന്നില്ല, ആഭ്യന്തരമന്ത്രി എന്നതിൽ എനിക്ക് കഴിയുന്നില്ല എന്നതാണ് മുഖ്യമന്ത്രിക്കുള്ളതെങ്കിൽ മുഖ്യമന്ത്രി പറയട്ടെ, ജനങ്ങൾ കൈകാര്യം ചെയ്തോളാം. പോലീസ് നടപടി വിമർശിച്ച CPI മുഖപത്രവും. സമരത്തിന് ബാഹ്യ സഹായമുണ്ടോ എന്നന്വേഷിക്കാൻ IG-യുടെ നിർദ്ദേശം. കോടതിയലക്ഷ്യ കേസിൽ ജസ്റ്റിസ് കർണൻ അറസ്റ്റിലായത് കോയമ്പത്തൂരിൽ നിന്ന്. അറസ്റ്റ് 1.5 മാസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം. ആശുപത്രി സെല്ലിൽ കഴിയുന്ന ഗംഗേശാനന്ദയെ കേസിലെ പെൺകുട്ടി കണ്ടു. താൻ ആരുടെയും തടവിലല്ലെന്ന് പെൺകുട്ടി ന്യൂസ് 18നോട്. നുണപരിശോധനയോടുള്ള നിലപാട് കോടതിയെ അറിയിക്കുമെന്നും പെൺകുട്ടി. സക്കീർ ഹുസൈൻ വീണ്ടും CPM കളമശ്ശേരി ഏരിയ സെക്രട്ടറി. പദവിയിൽ തിരിച്ചെത്തുന്നത് വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ കുറ്റവിമുക്തനെന്ന പാർട്ടി റിപ്പോർട്ടിനെ തുടർന്ന്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലക സ്ഥാനത്ത് നിന്നും അനിൽ കുംബ്ലെ രാജിവെച്ചു. രാജി ടീം അംഗങ്ങളുമായുള്ള ഭിന്നതയെ തുടർന്ന്. സമരത്തിനു പിന്നിൽ തീവ്രവാദി ബന്ധമോ? പുതുവൈപ്പ് സംഭവത്തിൽ പോലീസിനെ ന്യായീകരിച്ച് DGP TP സെൻകുമാർ. മുൻകൂട്ടി അറിയാതെ സമരം നടത്തിയവരെ നേരിടാൻ മറ്റു മാർഗങ്ങളില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി എത്തുന്ന ദിവസം കൊച്ചിയിൽ തീവ്രവാദ ഭീഷണി ഉണ്ടായിരുന്നതായും അദ്ദേഹം വെളിപ്പെടുത്തി. പുതുവൈപ്പിനിൽ സമരക്കാരെ മർദ്ദിച്ചുവെന്ന ആക്ഷേപമുള്ള DCP യതീഷ് ചന്ദ്രയെ കൊച്ചിയിലെത്തിയ DGP സെൻകുമാർ വിളിച്ചു വരുത്തി. സമര ദിവസത്തെ ദൃശ്യങ്ങൾ സഹിതമാണ് DCP വിശദീകരണം നൽകിയത്. പുതുവൈപ്പിനിൽ താൻ പോയിരുന്നില്ല. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ തലേന്ന് മുൻകൂട്ടി അറിയിക്കാതെ സമരം നടത്തിയവരെ പിരിച്ചുവിടാനാണ് താൻ ശ്രമിച്ചതെന്നും DCP യതീഷ് ചന്ദ്ര വിശദീകരണം നൽകി. DCP പുതുവൈപ്പിനിൽ സമരക്കാരെ മർദ്ദിച്ചതായി മാധ്യമങ്ങൾ തെറ്റായ വാർത്ത നൽകുകയായിരുന്നുവെന്ന് DGP സെൻകുമാർ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. യതീഷ് ചന്ദ്ര അന്ന് ചെയ്യേണ്ടത് അന്നത്തെ സിറ്റുവേഷൻ നോക്കണം. മോട്ടോർ ഗൈഡ് പ്രധാനമന്ത്രിയുടെ വരുന്ന റൂട്ടിൽ അതിൻ്റെ SPG-കാരുടെ മുഴുവൻ ഇത് നടക്കുന്ന സമയത്ത് അയാൾക്ക് മാത്രമാണ് പെട്ടെന്ന് പോകേണ്ട വന്നത്. അതൊരു മുൻകൂട്ടി പ്രഖ്യാപിച്ച സമരം പോലും ഇല്ലായിരുന്നു. അവിടെ ആളെ മാറ്റേണ്ടവർ. പ്രധാനമന്ത്രി ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഒരു ടെറർ മൊഡ്യൂളും ഉണ്ടായിരുന്നു. മനസ്സിലായോ? നമുക്ക് ആരും റിസ്ക് എടുക്കാൻ പറ്റില്ല. അല്ലാതെ പോലീസ് ആരുടെയും വീട്ടിൽ പോയി ആക്രമിച്ചിട്ടില്ലല്ലോ. ആരുടെയും വീട്ടിൽ പോയി ആക്രമിച്ചോ? പോലീസിന് അവിടെ പ്രൊട്ടക്ഷൻ നടത്തുന്നിടത്ത് പ്രശ്നം ഉണ്ടായാൽ പോലീസ് അത് പ്രൊട്ടക്ട് ചെയ്യും. ആ നടപടികളെ എടുത്തിട്ടുള്ളൂ. പ്രധാനമന്ത്രി കൊച്ചിയിലെത്തുന്ന ദിവസം തീവ്രവാദ ഭീഷണി ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് കർശന നടപടി ഉണ്ടായതെന്നും DGP പറഞ്ഞു. സമരത്തിൽ തീവ്രവാദ സംഘടനകളുടെ സാന്നിധ്യമുണ്ടെന്നും DGP സ്ഥിരീകരിച്ചു. സമരത്തെ യതീഷ് ചന്ദ്ര നേരിട്ട രീതിയുടെ ശരിതെറ്റുകൾ പിന്നീട് പരിശോധിക്കാമെന്നും DGP പറഞ്ഞു. അതേസമയം IG P. വിജയൻ സംഭവത്തെക്കുറിച്ച് പോലീസ് കമ്മീഷണറോടും റൂറൽ SP-യോടും വിശദീകരണം ചോദിച്ചു. ന്യൂസ് 18 കൊച്ചി. മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച് CPI നേതൃത്വം. മുഖ്യമന്ത്രിക്ക് പോലീസിനെ നിലയ്ക്ക് നിർത്താൻ അറിയില്ലെങ്കിൽ ജനം നിലയ്ക്ക് നിർത്തുമെന്ന് CPI എറണാകുളം ജില്ലാ സെക്രട്ടറി P. രാജു പറഞ്ഞു. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ജനയുഗം മുഖപ്രസംഗവും എഴുതി. നാട്ടിലെ ജനങ്ങളെ അടിച്ചമർത്താൻ ഇയാൾക്ക് ആരാണ് ലൈസൻസ് കൊടുത്തിട്ടുള്ളത്? മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കുണ്ടോ? ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്.
അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി തുറന്നു പറയണം. പോലീസിനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുന്നില്ല, ആഭ്യന്തരമന്ത്രി എന്നതിൽ എനിക്ക് കഴിയുന്നില്ല എന്നതാണ് മുഖ്യമന്ത്രിക്കുള്ളതെങ്കിൽ മുഖ്യമന്ത്രി പറയട്ടെ. ജനങ്ങൾ കൈകാര്യം ചെയ്തോളാം. യതീഷ് ചന്ദ്രയെ എന്തിനാണ് മുഖ്യമന്ത്രി ഭയക്കുന്നത്? ബിജെപിയുടെ വക്താവും കമ്മ്യൂണിസ്റ്റ് വിരോധിയുമാണ് DCP യതീഷ് ചന്ദ്രയെന്നും പി രാജു പറഞ്ഞു. യതീഷ് ചന്ദ്ര കേരളത്തിലെ BJPയുടെയും പ്രതിപക്ഷത്തിന്റെയും ഉദ്യോഗസ്ഥനാണ്, കമ്മ്യൂണിസ്റ്റ് വിരോധിയാണ്. ആ വിരോധിക്ക് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുമായി ബന്ധം വരുന്നില്ല? മുഖ്യമന്ത്രി സസ്പെൻഡ് ചെയ്യണ്ടേ? AIF നടത്തിയ IG ഓഫീസ് മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാർച്ചിൽ സംഘർഷവും ഉണ്ടായി. സർക്കാരിന്റെ പോലീസ് നയം പ്രസ്താവനയിലൂടെയല്ല പ്രവൃത്തിയിലൂടെയാണ് മുഖ്യമന്ത്രി കാണിക്കേണ്ടതെന്ന് ജനയോഗത്തിന്റെ മുഖപ്രസംഗവും വിമർശിച്ചു. പുതുവൈപ്പിനെ മറ്റൊരു സിന്ദൂരും നന്ദിഗ്രാമമാക്കരുതെന്നും മുഖപ്രസംഗത്തിൽ പരാമർശമുണ്ട്. ന്യൂസ് 18 കൊച്ചി. പുതുവൈപ്പ് സമരത്തെ തള്ളി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ചില ആളുകൾ വികസനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു. പോലീസ് നടപടിയെക്കുറിച്ച് പരിശോധിച്ച ശേഷം മാത്രം പ്രതികരിക്കാൻ എന്നും അദ്ദേഹം പറഞ്ഞു. CPIക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അവർ പ്രകടിപ്പിക്കട്ടെ എന്നും കോടിയേരി വ്യക്തമാക്കി. ഇത്തരത്തിലുള്ള സ്ഥലത്തെല്ലാം തന്നെ സമരങ്ങൾ നടത്തുക, വികസന പ്രവർത്തനം സമീപിക്കുക, ഒരു പദ്ധതിയും കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലയിലുള്ള ചില ആളുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ അത്തരം പ്രവർത്തനങ്ങൾ അത് കേരളത്തിൻ്റെ താല്പര്യത്തിന് ദോഷമാണ്. അത് CPIക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് CPI പ്രകടിപ്പിച്ചുകൊള്ളട്ടെ. ഇതേ സംബന്ധിച്ച് ഗവൺമെൻറ് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാനുള്ള ബാധ്യത ഗവൺമെൻറ്റുണ്ട്. പോലീസ് എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുന്നത് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ ലോ ആൻഡ് ഓർഡർ പരാജയപ്പെട്ട അതിലെ ഉത്തരവാദിത്തം ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. പ്രധാനമന്ത്രിയുടെ ഒരു പരിപാടി അലങ്കോലപ്പെട്ടിരുന്നെങ്കിൽ ഈ ചർച്ച ഇവിടെ നിൽക്കാൻ പോകുന്നില്ല. അത് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വിമർശനമായിട്ട് വരുമായിരുന്നു. അത്തരം സന്ദർഭങ്ങളിൽ ലോ ആൻഡ് ഓർഡർ പാലിക്കാനുള്ള ഉത്തരവാദിത്തം ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്. അത് ഗവൺമെൻറ് പാലിച്ചേ പറ്റുള്ളൂ. പുതുവൈപ്പ് സമരത്തിന് പിന്നിൽ തീവ്രവാദി ബന്ധമുണ്ടോ എന്നാണ് പ്രൈം ഡിബേറ്റ് പരിശോധിക്കുന്നത്. വിഷയത്തിൽ പ്രതികരിക്കാൻ സമരസമിതിയുടെ വൈസ് ചെയർമാൻ ബിജു കണ്ണങ്ങനാട്ട്, റിട്ടയർഡ് SP സുഭാഷ് ബാബു, AIYFന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി N അരുൺ, ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ PM മനോജ്, BJP നേതാവ് VV രാജേഷ് എന്നിവർ ചേരുന്നു. ആദ്യം PM മനോജിലേക്ക്. CPI വ്യത്യസ്ത അഭിപ്രായം പുലർത്തുന്നു. CPM പോലീസ് നടപടിയെ ന്യായീകരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ യാത്ര അതിന് ഭീഷണി, തീവ്രവാദി ഭീഷണിയുണ്ട് എന്ന് പോലീസ് പറയുന്നു. സമരത്തിൽ അണിനിരക്കുന്ന ആളുകൾ അതിൻ്റെ പിന്നിൽ തീവ്രവാദികളുണ്ടെന്ന സൂചനകൾ പുറത്തു വരുന്നു. ഒരു വ്യത്യസ്ത നിലപാട് ഭരണപക്ഷത്ത് തന്നെ ഉയരുന്നു. എന്തുകൊണ്ട്? അല്ല, എല്ലാ വിഷയത്തിലും CPIയും CPM ഒരേ അഭിപ്രായക്കാരല്ല, പാർട്ടിയാണല്ലോ. CPIക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ അവരത് പ്രകടിപ്പിക്കട്ടെ എന്ന് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് വളരെ ശരിയാണ്. CPI പുറത്തു നിൽക്കുന്ന ആളുകളാണല്ലോ. ഈ ആഭ്യന്തര വകുപ്പ് എങ്ങനെയാണ് കാര്യങ്ങൾ നീക്കുന്നത്, അതുപോലെ ഗവൺമെന്റിന്റെ ഭാഗമായി പോലീസ് നടപടിക്രമങ്ങൾ, അതിന്റെ ഇന്റലിജൻസ് കാര്യങ്ങൾ, ഇന്ന് DGP വ്യക്തമാക്കിയ തീവ്രവാദ ഭീഷണി, ഇതൊന്നും CPI അറിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സാധാരണഗതിയിൽ നമുക്ക് ഈ മാധ്യമങ്ങളിൽ കാണുന്ന ഈ തല്ല്, ചോര, കുട്ടികൾ, സ്ത്രീകൾ, ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പ്രതിഷേധം തോന്നും. അങ്ങനെ ഒരു പ്രതിഷേധമായിരിക്കും കാലം എന്ന് തോന്നിയിട്ടുണ്ടാവുക. അത് അവരങ്ങ് പ്രകടിപ്പിക്കട്ടെ എന്നേ ഉള്ളൂ. അല്ലാതെ വ്യക്തമായിട്ട് കഴിഞ്ഞ 2008 മുതൽ നടന്നു വരുന്ന ഒരു പദ്ധതി, ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിന്റെ ഘട്ടം, ആ പൂർത്തീകരണത്തിന് കേരള ഹൈക്കോടതിയുടെ തന്നെ അനുവാദം, ഇത് ഏതെങ്കിലും സ്വകാര്യ കമ്പനിയുടെ പദ്ധതിയൊന്നുമല്ല. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമാണ്. ഈ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് മനോജ്, അതിലേക്ക് വരാം. അതിനു മുമ്പ് താങ്കൾ പറഞ്ഞു CPIക്ക് സ്വാഭാവികമായും CPMഉം CPIയും രണ്ട് പാർട്ടികളാണ്. സ്വാഭാവികമായും വ്യത്യസ്ത നിലപാടുകൾ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഒരേ വിഷയത്തിൽ തന്നെ ഉണ്ടാകാം. പക്ഷേ അവർ അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം മാത്രമല്ല നടത്തിയത്. CPIയുടെ ജില്ലാ സെക്രട്ടറി P രാജു പറഞ്ഞത് ഈ പോലീസിനെ നിലയ്ക്ക് നിർത്താൻ പിണറായി വിജയന് കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ നിലയ്ക്ക് നിർത്തുമെന്ന്. ജനയുഗത്തിൻ്റെ മുഖപ്രസംഗത്തിൽ CPMനെയും മുഖ്യമന്ത്രിയെയും ഓർമ്മപ്പെടുത്തുന്നത് സിംഗൂരും നന്ദിഗ്രാമവുമാണ്. കേവലം ഒരു സാധാരണ ഒരു വ്യത്യസ്ത അഭിപ്രായ പ്രകടനം മാത്രമല്ല അത്. ജനയുഗത്തിന്റെ മുഖപ്രസംഗത്തെ ഒന്നും അങ്ങനെ ഗൗരവത്തിലെടുക്കാൻ കഴിയില്ല. ഈ കഴിഞ്ഞ ഒരു 5-6 മാസം ആയി നമ്മൾ നോക്കിയാൽ 5-6 മാസം ജനയുഗത്തിൽ വന്ന മുഖപ്രസംഗങ്ങളും അതിന്റെ ഭാഗമായി ജനയുഗത്തിന്റെ മുഖപ്രസംഗത്തെ മുഖവിലേക്ക് എടുക്കണ്ട. P രാജു CPIയുടെ ജില്ലാ സെക്രട്ടറി, കാനൻ രാജേന്ദ്രൻ CPIയുടെ സംസ്ഥാന സെക്രട്ടറി, അവരുടെ അഭിപ്രായത്തെയോ? അങ്ങനല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവർക്ക് കിട്ടിയ വിവരം വെച്ച് അവര് അങ്ങ് അഭിപ്രായം പ്രകടിപ്പിക്കുകയാണ്. ആ അഭിപ്രായം ശരിയാണ് എന്ന് നമ്മൾ കരുതേണ്ടതില്ല. അവർക്ക് പൂർണ്ണമായ വിവരം കിട്ടിക്കഴിഞ്ഞാൽ അവർ സ്വാഭാവിക അഭിപ്രായത്തിലേക്ക് വരും. ഇവിടെ AIYFന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി, CPIയുടെ എറണാകുളം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം
എൻ അരുൺ കൂടി ചേരുന്നുണ്ട് തത്സമയം. അരുൺ, നിങ്ങൾക്ക് എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പോലീസ് നടപടിയെ വിമർശിക്കുന്നു, പക്ഷേ CPM ആ നടപടിയെ പൂർണ്ണമായി ന്യായീകരിക്കുന്നു? ഇന്ന് DGP പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രധാനമന്ത്രിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട് തീവ്രവാദ ഭീഷണി ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ പ്രധാനമന്ത്രി കടന്നു പോകേണ്ട വഴിയിൽ പിറ്റേ ദിവസമാണ് എങ്കിൽ പോലും അവിടെ ഇത്തരത്തിലൊരു കലാപമുണ്ടായാൽ, ഒരു പ്രശ്നമുണ്ടായാൽ, മറ്റെന്തെങ്കിലും സംഭവിച്ചു പോയാൽ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ അങ്ങനെ സംഭവിക്കാൻ അത് സംഭവിക്കാതിരിക്കാനുള്ള ചുമതലയും മുൻകരുതലും പോലീസിൻ്റെതാണ്. ആ മുൻകരുതൽ സ്വീകരിച്ചു, മറ്റു മാർഗമുണ്ടായിരുന്നില്ല എന്നാണ് DGP പറയുന്നത്. ഈ സമരമുഖത്ത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ മറ്റൊരു ദിശയിലൂടെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ബോധപൂർവമായ ശ്രമം പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. തീവ്രവാദികൾ ഈ സമരത്തിൻ്റെ ഭാഗമായി നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ ഏത് തീവ്രവാദികളാണ് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഇവിടെ പറയുന്നു പ്രധാനമന്ത്രി മെട്രോയുടെ ഉദ്ഘാടനവുമായി കടന്നു വരുമ്പോൾ അവിടെ കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നു, അതുകൊണ്ടാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു സമീപനം ഉണ്ടായത് എന്ന് പറയുന്നു. എന്നാൽ പ്രധാനമന്ത്രി വന്നത് 17-ാം തീയതിയാണ്, പോലീസ് മർദ്ദനം അഴിച്ചുവിടുന്നത് 16-ാം തീയതിയാണ്. പ്രധാനമന്ത്രി വന്നു പോയി തൊട്ടടുത്ത ദിവസം 18-ാം തീയതിയും അവിടെ മർദ്ദനം നടന്നല്ലോ. മർദ്ദനമെന്നൊക്കെ പറയാൻ പറ്റുമോ? നമ്മുടെ DCP യതീഷ് ചന്ദ്ര കാട്ടിക്കൂട്ടിയ പേക്കൂത്ത് മൃഗീയം എന്നല്ലാതെ മറ്റൊന്നും അതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. ഞങ്ങൾ യതീഷ് ചന്ദ്രയുടെ നടപടിക്രമങ്ങളെയാണ് വിമർശിച്ചത്. ഇവിടെ ഒരു വികസനത്തിനും ഞങ്ങളെതിരല്ല, CPIയോ AIYFോ ഒരു വികസനത്തിനും എതിരല്ല. അവിടെ അതിജീവനത്തിൻ്റെ ഒരു സമരം നടക്കുന്നു. ആ തദ്ദേശവാസികളുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണണം എന്നാണ് ആവശ്യപ്പെടുന്നത് CPIയും AIYFും എല്ലാം. ആ ആശങ്കയ്ക്ക് പരിഹാരം കണ്ടെത്തിയതിന് ശേഷം, അവർക്ക് വ്യക്തമായ മറുപടി കൊടുത്തതിന് ശേഷം, അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ സ്വത്തിനും ജീവനും എല്ലാം സുരക്ഷിതത്വമുണ്ട് എന്ന ഉറപ്പ് കൊടുത്തതിന് ശേഷം എന്ത് വികസന പദ്ധതിയുമായി മുന്നോട്ട് പോകാമല്ലോ. പക്ഷേ അവിടെ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ നടന്ന എത്ര ക്രൂരമായിട്ടാണ് സ്ത്രീകളെ അടക്കം, കുഞ്ഞുങ്ങളെ അടക്കം, വളരെ പ്രായം ചെന്ന മനുഷ്യരുടെ അടക്കം ആക്രമിക്കുന്നത്. ചോരക്കൊതിയനായ ഒരു പോലീസ് മൃഗത്തെയാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. ഈ യതീഷ് ചന്ദ്ര എന്ന പോലീസ് ഉദ്യോഗസ്ഥനിലേക്ക് മാത്രം വരാം. എന്തുകൊണ്ട് DGP അദ്ദേഹത്തെ ന്യായീകരിച്ച് സംസാരിക്കുന്നു? എന്തുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തെ ന്യായീകരിച്ച് സംസാരിക്കുന്നു? നേരത്തെ CPMന് അടക്കം അനഭിനനായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. പക്ഷേ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ നടപടിയെ ഇവർ ന്യായീകരിക്കുന്നുണ്ട്. അത് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സുരക്ഷ ഒരുക്കേണ്ട കാര്യം കൂടി ഉണ്ടായിരുന്നു. കേന്ദ്ര പദ്ധതിയാണ്, കോടതിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുണ്ട്, ജനങ്ങൾ, സമരക്കാർക്ക് പിന്നിൽ മറ്റേതോ ശക്തികളുണ്ട്, അതിവൈകാരികമായി സമരക്കാർ പ്രതികരിക്കുന്നു പല ഘട്ടങ്ങളിൽ. അവിടെയാണ് പോലീസ് ഇടപെട്ടത്. ആ പോലീസ് മറ്റേത് മാർഗത്തിൽ ഈ ജനങ്ങളെ സമാധാനത്തിലേക്ക് അല്ലെങ്കിൽ അനുനയിപ്പിക്കാൻ കഴിയും, എങ്ങനെ കഴിയും എന്ന ചോദ്യം കൂടി DGPയും ഉയർത്തി. ഈ സമരം വലിയ ചർച്ചയായതിനു ശേഷം ഈ സമരത്തിനെതിരെ പോലീസ് സ്വീകരിച്ച നടപടി, നിഷ്ഠൂരമായ മൃഗീയമായ ലാത്തിച്ചാർജ്, അത് കേരളീയ പൊതുസമൂഹം അതിനെതിരെ പ്രതികരിക്കുന്ന സമയത്താണ് ഈ പ്രധാനമന്ത്രിയുടെ കടന്നുവരവടക്കം ചർച്ചയാവുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? എപ്പോഴാണ് പ്രധാനമന്ത്രിയുടെ കടന്നുവരവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? SP കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നു ഇവിടെ സമരക്കാർക്കിടയിൽ നുഴഞ്ഞു കയറുന്നു തീവ്രവാദികൾ. എന്നാൽ പോലീസ് വാദത്തെ അംഗീകരിക്കുന്നുണ്ടോ? കോടിയേരി പറയുന്ന ആ വാദത്തെ അംഗീകരിക്കുന്നുണ്ടോ? ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഒരിക്കലും SP സുഭാഷ് ബാബു കൂടിയുണ്ട്. പോലീസിന്റെ നടപടിക്രമങ്ങൾ SPG അവരൊരുക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ, പ്രധാനമന്ത്രി സംസ്ഥാനത്തെത്തുമ്പോൾ നടത്തേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ ഇടപെടൽ മാത്രമാണ്. ഒരു തീവ്രവാദ ഭീഷണി വളരെ ശക്തമായി നിലനിൽക്കുകയും ചെയ്യുന്നു കേരളത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ. ആ ഘട്ടത്തിൽ പോലീസിന് ഇങ്ങനെ മാത്രമാണോ പെരുമാറാൻ കഴിയുന്ന സാഹചര്യമുള്ളൂ? താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ ആ പോലീസ് നടപടിയെ? അല്ല, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള VVIPs വരുന്ന അവസരത്തിൽ അവരുടെ ബന്ദോബസ്ത് സംബന്ധിച്ച്, അതായത് സുരക്ഷിതത്വം സംബന്ധിച്ചിട്ട് അതിന് മുൻകൂട്ടി, അതായത് ആ ദിവസത്തിൻ്റെ മുൻപുള്ള ദിവസങ്ങളിൽ അതിന് ബന്ദോബസ്തും അതിനാവശ്യമായ ക്രമീകരണങ്ങളും നടത്തണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മോട്ടോർ കേഡിൻ്റെ ഒരു റിഹേഴ്സൽ ഉണ്ടാവും. ആ റിഹേഴ്സൽ ഒരു പ്രാവശ്യം ശരിയായില്ലെങ്കിൽ അതിന് ആവർത്തിച്ച് ഒരു ഫൈനൽ റിഹേഴ്സൽ എന്ന് പറഞ്ഞ് 1, 2 ചിലപ്പോൾ 3 പ്രാവശ്യം വരെ നടത്തുമായിരുന്നു. അപ്പോൾ അങ്ങനെ റിഹേഴ്സൽ നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഈ റിഹേഴ്സലിൻ്റെ ആയാലും ശരി, പ്രൈം മിനിസ്റ്ററോ അല്ലെ പ്രസിഡൻറ്റോ വരുന്നതിൻ്റെ പൂർണ്ണമായ സുരക്ഷിതത്വ ചുമതല SPGക്കാണ്.
അവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അനുസരിച്ച് മാത്രമേ കേരള പോലീസിന് പ്രവർത്തിക്കാൻ പറ്റൂ. കേരള പോലീസിന് വലിയൊരു സേ ഒന്നും അതിനകത്തില്ല. കേരള പോലീസ് അവർ നിർദ്ദേശിക്കുന്നതനുസരിച്ചിട്ട് ഇവിടുത്തെ പ്രവൃത്തികൾ ചെയ്തു തീർക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വമേ കേരള പോലീസിന് മൊത്തത്തിലുള്ളൂ. അത് പൂർണ്ണമായി നിയന്ത്രിക്കുന്ന അവരാണ്. അവർ നിയന്ത്രിക്കുന്ന ഈ സമയത്ത് ആ മോട്ടോർക്കേഡിൻ്റെ റൂട്ടിൽ അതേമാതിരി എന്ന മോട്ടോർക്കേഡിന് തടസ്സമുണ്ടാക്കുകയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള വിഘാതങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ആ മോട്ടോർക്കേഡിൻ്റെ റൂട്ടിൻ്റെ ചാർജിലും അതിൻ്റെ ബന്ധവസിലുള്ള ഉദ്യോഗസ്ഥന്മാരെ നേരിട്ടാണ് അത് ബാധിക്കുന്നത്. അത് രാജ്യസുരക്ഷയുടെ ഭാഗമായിട്ട് തന്നെ വളരെ ഗൗരവമായിട്ട് എടുക്കുന്നത് കൊണ്ട് മുൻകൂട്ടി അറിയിക്കുകയോ മുൻകൂട്ടി തീരുമാനിക്കാനാണെങ്കിൽ അങ്ങനെ ഒരു സമരത്തിന് ഒരിക്കലും അനുവാദം പോലീസ് കൊടുക്കില്ല. പക്ഷേ ഇങ്ങനെ ഒരു സമരം നടത്തുന്നു എന്നുള്ളത് പോലീസ് അറിയേണ്ടതായിരുന്നു. അവർ വൈപ്പിൽ നിന്ന് ആളുകൾ വരുന്നതിന് മുമ്പ് അവിടെ വെച്ചോ അല്ലെങ്കിൽ വരുന്ന വഴിക്കോ തടയുകയായിരുന്നു വേണ്ടത്. പക്ഷേ ഇവരിവിടെ പോലീസിന് വളരെ ശക്തമായ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുണ്ട്, പല തലത്തിലുണ്ട്. ഈ സമരത്തിന് പിന്നിൽ തീവ്രവാദി ബന്ധമുണ്ടെങ്കിൽ, തീവ്രവാദി സംഘടനകളുടെ നുഴഞ്ഞുകയറ്റമുണ്ട് എങ്കിൽ, അത് തിരിച്ചറിയാൻ കഴിയുന്ന സംവിധാനം ഉണ്ടായിട്ടില്ല എങ്കിൽ, അതിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഈ സമരം കാലങ്ങളായി നടക്കുന്നു. ആ സമരത്തെ ആരാണ് പിന്തുണയ്ക്കുന്നത്, ഏത് സംഘടനയാണ്, ഏത് തീവ്രവാദ ബന്ധങ്ങളാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പോലീസിൻ്റെ പരാജയമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പ്രധാനമന്ത്രി എത്തുന്ന തലേ ദിവസം തന്നെ, പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന പാതയിൽ തന്നെ ഇങ്ങനെ പ്രതിഷേധിക്കാൻ ജനങ്ങൾക്ക് അവസരം സൃഷ്ടിച്ചു എന്ന് പറയുന്നതും പോലീസിൻ്റെ വീഴ്ചയാണ്. തീർച്ചയായിട്ടും പോലീസ് അത് മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടാകണമെന്നായിരിക്കും. അത് വേണ്ട ഗൗരവത്തോടുകൂടി അവർ എടുത്തില്ല. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു സമരം അവിടെ നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന ചിലപ്പം ഇന്റലിജൻസ് ബ്യൂറോക്കാർക്ക്, ചിലപ്പോൾ SPGയുടെ ഇന്റലിജൻസ് വിങ്ങിൽ ചിലപ്പോൾ കിട്ടി. പുതുവൈപ്പിൽ നടന്ന പോലീസ് അതിക്രമം അത് 2 ഘട്ടങ്ങളിലാണ്. ഒന്ന് ഹൈക്കോടതിക്ക് മുന്നിൽ നടന്ന സംഭവം, മറ്റൊന്ന് പുതുവൈപ്പുമായി ബന്ധപ്പെട്ട് നടന്നത്. രണ്ടിനും 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്, വ്യത്യസ്ത 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് നേതൃത്വം നൽകിയത്. ഒരുപക്ഷെ സാധാരണ ജനങ്ങൾ അതിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി പറയുന്നത്. അവിടെ ഈ പുതുവൈപ്പുമായി ബന്ധപ്പെട്ട്, വിശേഷിച്ച് ഈ പോലീസ് ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പ്രതിഷേധം അത് ഭരണമുന്നണിക്കകത്ത്, പൊതുസമൂഹത്തിനകത്ത്, മാധ്യമങ്ങളിലൂടെയെല്ലാം ഉയരുന്ന ഘട്ടത്തിൽ ഇന്ന് DGP പറയുകയാണ്, പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തീവ്രവാദ ഭീഷണി ഉണ്ടായിരുന്നു, അതുകൊണ്ട് പോലീസിന് ഇങ്ങനെ പ്രവർത്തിക്കേണ്ടി വന്നു എന്ന് പറയുന്നു. എത്രത്തോളം വസ്തുതാപരമായി ശരിയാണ്? പാർട്ടി എന്ന നിലയിൽ BJPക്ക് അതിനുള്ള പ്രതികരണം എന്തായിരുന്നു? പ്രകാശം, നമ്മളിതൊക്കെ ചർച്ച ചെയ്യുന്നത് അവിടെ ഉയർന്നു വരുന്ന പുതിയ വാതക പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. ഞാൻ അതിൻ്റെ അഭിപ്രായം നയം പറഞ്ഞുകൊണ്ട് മാത്രമേ ചർച്ചയിലേക്ക് കടക്കാം. വികസനത്തിന് അനുസൃതമായി പദ്ധതികൾ വരണം, ആ പദ്ധതികളെ അതിനെ എതിർക്കുന്ന ജനങ്ങളെ കൺവിൻസ് ചെയ്തുകൊണ്ട് കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് നയം. ആ നയത്തിൽ ഊന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇനി പോലീസ് ആക്രമണത്തെക്കുറിച്ച് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിലൂടെയോ ഒരു അടിച്ചമർത്തലിലൂടെയോ ഒരു പദ്ധതി കൊണ്ടുവരുന്നത് ഒരു ജനകീയ ഭരണകൂടം ചേർന്നതല്ല. ഇതല്ല സ്വീകരിക്കേണ്ട രീതി. പ്രധാനമന്ത്രി വന്നതിൻ്റെ തലേ ദിവസം ഉണ്ടായ ഒരു ടെറർ മൊഡ്യൂൾ, അതാണെന്ന് DGP ഉപയോഗിച്ച വാക്ക്. ആ ടെറർ മൊഡ്യൂൾ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറയാം. അത്തരം ഒരു ഇൻഫർമേഷൻ പോലീസിന് കിട്ടിയിട്ടുണ്ട് എങ്കിൽ വൈപ്പിൻകരയിൽ നിന്നും ഈ സമരക്കാർ പുറപ്പെട്ട ദിവസം തന്നെ, പുറപ്പെട്ട നിമിഷം തന്നെ അവരെ അവിടെ പ്രിവെൻറ്റ് ചെയ്യാമായിരുന്നു. അവർ വന്ന വാഹനങ്ങൾ അവിടെ അതാത് സ്ഥലങ്ങളിലുള്ള 2ഓ 3ഓ പോലീസ് സ്റ്റേഷനുകളിൽ കസ്റ്റഡിയിലെടുക്കാമായിരുന്നു. അവരെ മുൻകൂട്ടി അവിടെ തന്നെ കരുതൽ തടങ്കൽ പാർപ്പിക്കാമായിരുന്നു. ഈ ഹൈക്കോടതി പരിസരം, കലൂർ സ്റ്റേഡിയം, ആ നേവൽ കമാൻഡ് ആസ്ഥാനം, അവിടെ നിന്ന് PM വരാൻ സാധ്യതയുള്ള ആ റൂട്ടുകളിലൊക്കെ തന്നെ ഇത്തരത്തിലൊരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എന്താണ് അവിടെ ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളതാണ് ആശ്ചര്യപ്പെടുത്തുന്ന ചോദ്യം. മറ്റൊന്ന്, യതീഷ് ചന്ദ്ര നടത്തിയ നടപടി ഒരു കാരണവശാലും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല. ബിജു കൂടി, സമരസമിതിയുടെ വൈസ് ചെയർമാൻ. ബിജു, ഈ തീവ്രവാദി ബന്ധമാണ് നിങ്ങളെ പ്രതിരോധത്തിലാക്കുന്നത്. നിങ്ങളുടെ ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്നത് മാത്രമല്ല,
ഭരണപക്ഷവും പോലീസും അതിൽ തീവ്രവാദ ബന്ധമുണ്ട് എന്ന് സൂചന നൽകുന്നു, അത്തരത്തിൽ സംശയം ഉയർത്തുന്നു. കുറേ ദിവസങ്ങളായി ഉണ്ട്. പക്ഷേ അതിനെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി അങ്ങ് ലിങ്ക് ചെയ്തപ്പോഴാണ് അതിന് മാനങ്ങൾ കൂടി. കാരണം പ്രധാനമന്ത്രി എത്തുന്ന സമയത്ത് സുരക്ഷ ഒരുക്കേണ്ട കടമയുണ്ട് സംസ്ഥാനത്തിന്, ആഭ്യന്തര വകുപ്പിന്, പോലീസിന്. അവിടെ ആണ് നിങ്ങൾ അതിന് തടസ്സം സൃഷ്ടിച്ചത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ നയിക്കുന്ന താല്പര്യം എന്താണ്, നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്നടക്കം നിങ്ങൾ വിശദീകരിക്കേണ്ടി വരും. ഞങ്ങൾ തീരപ്രദേശത്തുള്ള ജനവിഭാഗമാണ്. ഞങ്ങൾ കാലങ്ങളായി അവിടെ പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. അതിൽ തീവ്രവാദ ബന്ധമുണ്ടെന്നൊക്കെ ആക്ഷേപിച്ച് ഞങ്ങളുടെ സമരത്തെ തകർക്കാനുള്ള ശ്രമമൊന്നും സർക്കാരും പോലീസും നടത്തണ്ട. ഇത് ഒരു അതിജീവനത്തിൻ്റെ സമരമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന മറ്റൊരു വിഷയമുണ്ട്. 120 ദിവസം മുമ്പ് ഞങ്ങൾ ഉപരോധ സമരം നടത്തി പൂട്ടിക്കിടന്ന ഒരു നിർമ്മാണ പ്രവർത്തനമാണത്. അത് എന്തിനാണ് പ്രധാനമന്ത്രി വരുന്ന തലേ ദിവസം ഇത്രയധികം പോലീസിനെ വിന്യസിപ്പിച്ചുകൊണ്ട് നിർമ്മാണം തുടങ്ങാനുള്ള ഒരു സാധ്യത ഈ സർക്കാർ നിലപാടെടുത്തത്? അതൊന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടേ? എന്തിനാണ് അങ്ങനെ ഒരു നിലപാടിലേക്ക് പോയത്? ഞങ്ങളവിടെ അങ്ങനെ ഒരു നിർമ്മാണ പ്രവർത്തനം വീണ്ടും തുടങ്ങാനുള്ള സാഹചര്യം ഒരുക്കിയപ്പോൾ ഞങ്ങളുടെ സമരസമിതി ജനങ്ങളും തടിച്ചുകൂടി. ഞങ്ങളവിടെ പോലീസിൻ്റെ മുന്നിൽ ഉപരോധം അവിടെ ഞങ്ങൾ കുത്തിയിരുന്നു. ഞങ്ങളവിടെ പറഞ്ഞു, ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് പറഞ്ഞത്. പുതുവൈപ്പിനിൽ ഞങ്ങൾ സമരം ചെയ്ത് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഞങ്ങൾ മറ്റുള്ള ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്ന ചിത്രമൊന്നും ഞങ്ങളുടെ മനസ്സില്ല. ഞങ്ങളൊരു അതിജീവനത്തിൻ്റെ സമരമാണ്. ഭീതിയിലാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ജനങ്ങളുടെ ആശങ്കയിലാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. അങ്ങനെ ഈ പോലീസിനോട് നിരന്തരമായി അഭ്യർത്ഥിച്ചു, ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് മാറ്റൂ എന്ന് ഞങ്ങൾ പല ആളുകൾ ഇത് ബന്ധപ്പെട്ട് ഈ സമരം കണ്ടപ്പോൾ ബന്ധപ്പെട്ട് പോലീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ പോലീസ് അതിന് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ഹൈക്കോടതിയിലേക്ക് വന്നത്. അപ്പോഴും ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ തലേ ദിവസമാണ്. അതൊന്നും ഞങ്ങളുടെ മനസ്സിലേക്ക് പോകുന്നില്ല. ഞങ്ങൾ 100 ദിവസമായി 120 ദിവസമായി സമരം നടത്തുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പോലീസിനെ വിന്യസിപ്പിച്ചുകൊണ്ട് അത് പ്രധാനമന്ത്രി വരുന്ന തലേ ദിവസമാകുന്നു എന്നുള്ളത് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എന്തിനാണ് ഇത്ര ധൃതി സർക്കാരിന്? എന്തിനാണ് ഇത്ര ധൃതി പിടിക്കുന്നത് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ? ഞങ്ങളുടെ ചോദ്യം അതാണ്. ഈ DGP ഇന്ന് പ്രധാനമന്ത്രിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട് തീവ്രവാദ ഭീഷണി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതും ഈ സമരത്തിന് പിന്നിലും തീവ്രവാദ സംഘടനകളുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് രണ്ടും ചേർത്ത് വായിക്കേണ്ടതുണ്ടോ ബിജു? ഒരിക്കലുമില്ല. ഇത് സമരത്തെ ഞാൻ പത്രം വായിക്കുന്നവരല്ലേ നമ്മൾ, കേരളത്തിലെ ജനതകൾ. എല്ലാ സമരത്തിലും ഇത് പ്രയോഗിച്ചിട്ടുണ്ട്. ഈ രാജ്യത്ത് ഉയർന്നു വരുന്ന ജനകീയ സമരങ്ങളെ തകർക്കാൻ വേണ്ടി പോലീസും ഭരണകൂടവും അവസാനം പ്രയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഇത്. പ്ലാച്ചിമട, എൻഡോസൾഫാൻ സമരം, എല്ലാ സമരത്തിലും നമ്മൾ കണ്ടു തീവ്രവാദി ബന്ധം, മാവോയിസ്റ്റ് ബന്ധം. ഞങ്ങൾ ഇതിലൊന്നും പെട്ടവരല്ല. ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ മക്കള്, ഈ തീവ്രവാദി ബന്ധം ഉയർത്തുന്നത് പല ജനകീയ സമരങ്ങളിലും തീവ്രവാദി ബന്ധം ഉയർത്തുന്നത് ഈ സമരത്തെ ദുർബലപ്പെടുത്താനും സമരത്തിന്റെ ദിശ തെറ്റിക്കാനും ലക്ഷ്യം മാറ്റാനും ഒപ്പം തന്നെ പൊതുസമൂഹത്തിൽ അതിനെതിരെ ഒരു തെറ്റായ സന്ദേശം നൽകാനും വേണ്ടി ഭരണകൂടവും പോലീസും തയ്യാറാക്കുന്ന നാടകമാണ്, അല്ലെങ്കിൽ ആ അജണ്ടയാണ് എന്നാണ് ബിജു സമരസമിതിയുടെ നേതാവ് പറയുന്നത്. കഴിഞ്ഞ ദിവസവും ആ സമരത്തിന് പിന്തുണ അർപ്പിച്ച വിവിധ സംഘടനകളുടെ നേതാക്കളും ആ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇവിടെ പത്രം വായിക്കുന്ന ആളാണെന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു. ഈ പത്രം വായിക്കുന്ന ആൾക്ക് പ്രധാനമന്ത്രിയുടെ വരവും മെട്രോയുടെ ഉദ്ഘാടനവും അറിയില്ല എന്ന് മാത്രമല്ല, ഈ പുതുവൈപ്പിൽ നിന്ന് നേരെ ഹൈക്കോടതി ജംഗ്ഷനിലേക്ക് സമരം മാറ്റുകയും അവിടെ പോലീസുമായി കുഴപ്പമുണ്ടാക്കുമ്പോൾ പിറ്റേന്ന് പ്രധാനമന്ത്രി വരുമെന്ന് അറിയില്ല, പ്രധാനമന്ത്രിക്ക് അവിടെ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെന്നും അറിയില്ല. പിന്നെ അതിനു മുമ്പ് ഇവിടെ CPIയുടെ ഒരു നേതാവ് പറയുന്നത് കേട്ടു, വരമ്പത്ത് നിന്നിട്ട് അഭിപ്രായം പറയാൻ ആർക്കും പറ്റും. ഇങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അഥവാ പോലീസ് ആ ആക്രമണം തടഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? പ്രധാനമന്ത്രിയുടെ വരവിൽ ഏതെങ്കിലും തരത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആരുത്തരം പറയണമായിരുന്നു? അന്നേരം ഇവർ തന്നെ പറയും പോലീസ് വകുപ്പിന്റെ അനാസ്ഥ, പോലീസ് വകുപ്പിന്റെ ഉത്തരവാദിത്ത നിർവഹണത്തിൽ വന്ന വീഴ്ച എന്നൊക്കെ ഇവര് തന്നെ പറയും. ഇത് കൃത്യമായി കഴിഞ്ഞ 8 വർഷമായിട്ട് നടക്കുന്ന പദ്ധതിയാണല്ലോ. ആ പദ്ധതിയുടെ നിർവഹണം സംസ്ഥാന ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിൽ സ്വാർത്ഥമായിട്ട് നടപ്പാക്കേണ്ടതോ സംസ്ഥാന ഗവൺമെന്റ് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കേണ്ടതോ പദ്ധതിയല്ല. മറിച്ച് ഇത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പദ്ധതിയാണ്. ആ പദ്ധതിയുടെ പൂർത്തീകരണം നിയമപരമായി കേന്ദ്ര ഗവൺമെന്റിനും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിനും ബാധ്യതപ്പെട്ടതാണ്.
അതിന് സഹായം നൽകുക, കോടതി വിധി അനുസരിച്ച് സഹായം നൽകുക എന്ന ബാധ്യത മാത്രമേ സംസ്ഥാന ഗവൺമെന്റിനുള്ളൂ. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിൽ ഈ പദ്ധതി നടപ്പാക്കിയേ അടങ്ങൂ എന്ന് പറഞ്ഞ് ഈ സമരത്തെ അടിച്ചമർത്താനൊന്നും എവിടെയും പോകുന്നില്ല. മറിച്ച് ഇത്തരം പദ്ധതികൾ ഇത് മാത്രമല്ലല്ലോ, മറ്റ് നിരവധി പദ്ധതികളുണ്ടല്ലോ. ഒരു പദ്ധതിയും നടപ്പാക്കാൻ വിടില്ല. എന്തെങ്കിലും കാരണം ഇതിപ്പോ ജനങ്ങളുടെ ആശങ്ക അതിജീവനത്തിന് വേണ്ടിയാണ് സമരം എന്നാണല്ലോ പറയുന്നത്. ജനങ്ങളിൽ അതിജീവനത്തെ കുറിച്ചുള്ള ആശങ്ക വളർത്തി അവര് സമരത്തിലേക്ക് നയിക്കുകയാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. അരുൺ, താങ്കളുടെ പാർട്ടിയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജു ഇന്ന് പറഞ്ഞ ഒരു കാര്യം, പോലീസിനെ നിലയ്ക്ക് നിർത്താൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ അത് ചെയ്യും, നിലയ്ക്ക് നിർത്തും, CPI അതിനൊരുക്കമാണ് എന്നാണ്. എന്താണ് ആ ഒരു ഭരണകക്ഷി, അതിൻ്റെ ഘടകകക്ഷി, അതിൻ്റെ ജില്ലാ നേതാവ്, മുൻ MLA കൂടിയായ നേതാവ് അതിലൂടെ അങ്ങനെ പറയുമ്പോൾ കേവലം ഒരു കയ്യടിക്ക് വേണ്ടി മാത്രം പറയുന്നതല്ലോ. പോലീസിനെതിരെ വലിയ തോതിലുള്ള വികാരം നിലനിൽക്കുന്നു. ഭരണപക്ഷത്ത് തന്നെ ഇത്തരത്തിൽ വലിയൊരു വിമർശനം ഉയർത്തുന്നു. അത് മുഖ്യമന്ത്രിക്കെതിരാണ്, പോലീസിനെതിരാണ്. അങ്ങനെയെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പിൻ്റെ പോക്ക് ശരിയല്ല, നയം ശരിയല്ല, പോലീസ് നയം ശരിയല്ല എന്ന് തന്നെയാണ് അതിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. അതിൻ്റെ മറുപടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രിയ സുഹൃത്ത് പറഞ്ഞതിനൊരു മറുപടി ഞാൻ പറയുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കേണ്ടത്, ഇവിടെ ഇപ്പോൾ പ്രധാനമന്ത്രിയാണല്ലോ പ്രധാന ചർച്ച. പ്രധാനമന്ത്രിയുടെ സുരക്ഷ, പ്രധാനമന്ത്രിയെ തകർക്കാൻ വേണ്ടി തീവ്രവാദികൾ വരുന്നു എന്നെല്ലാണോ പറയുന്നത്. 17-ാം തീയതിയാണല്ലോ പ്രധാനമന്ത്രി വരുന്നത്. 16-ാം തീയതിയാണ് ആദ്യ റൗണ്ട്. 2ാം റൗണ്ടാണ് ശരിക്കും ഏറ്റവും ക്രൂരമായ മർദ്ദനം നടക്കുന്നത് 16-ാം തീയതി. ഈ 17-ാം തീയതി പ്രധാനമന്ത്രി വന്ന് തിരിച്ചു പോയതിന് ശേഷം 18-ാം തീയതി കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആ പേക്കൂത്ത്? ശ്രീ മനോജ് ശ്രദ്ധിക്കണം. 17-ാം തീയതി പ്രധാനമന്ത്രി പോയ ശേഷം എന്ത് സുരക്ഷാ പ്രശ്നം ഉണ്ടായിട്ടാണ് പാവപ്പെട്ട ജനങ്ങളെ, സ്ത്രീകളെ, കുഞ്ഞുങ്ങളെയൊക്കെ ഇത്രമാത്രം ക്രൂരമായി പോലീസ് മർദ്ദിച്ചത്? അത് സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടാണോ? ബന്ധപ്പെട്ടല്ലോ. പിന്നെ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, പ്രധാനമന്ത്രി 17-ാം തീയതി വരുന്ന വിവരം ഈ സമരക്കാർ അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ പരിപൂർണമായും സമരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളൊന്നുമല്ല. ഒരു അതിജീവനത്തിന്റെ പോരാട്ടത്തിനൊപ്പം നിൽക്കണം എന്നുള്ള എൻ്റെ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നു. അവിടുത്തെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം എന്നുള്ളത് ന്യായമായ ഒരു അവകാശം തന്നെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോളട്ടെ, ഇത്രയോ ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന സമരം, 100 കണക്കിന് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന സമരം, ആ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രി 17-ാം തീയതി മെട്രോ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്നു. ഈ 15-ാം തീയതി വീണ്ടും പെട്ടെന്നൊരു തീരുമാനം എടുക്കുകയാണ് അവിടെ നിർമ്മാണം തുടരാൻ. ഈ പ്രധാനമന്ത്രി കടന്നു വരുന്ന ഇവരവർക്ക് അറിഞ്ഞൂടെ? പത്രം വായിക്കാത്തവരായിരിക്കാം ചിലപ്പോൾ മീൻ പിടിക്കാൻ പോകുന്ന പാവപ്പെട്ട ജനങ്ങൾ. പത്രം വായിക്കുന്നവർക്കറിയാലോ. അപ്പോൾ ഇവിടെ ഇത്രമാത്രം ശക്തമായൊരു സമരം നടക്കുമ്പോൾ എന്തുകൊണ്ട് ഈ പ്രധാനമന്ത്രി വരുന്നതിൻ്റെ തലേ ദിവസം വീണ്ടും നിർമ്മാണ പ്രവർത്തനം തുടങ്ങി? ഇത് ബോധപൂർവം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആരൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി എന്റെ പ്രിയപ്പെട്ടവർ മാറരുതെന്ന് എനിക്ക് പറയാം. അനാവശ്യമായി യതീഷ് ചന്ദ്രയെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. ശ്രീ പി എം മനോജ്, എന്തുകൊണ്ട് യതീഷ് ചന്ദ്ര മറുപടി പറയാണെന്ന് ഞാനില്ല കേട്ടോ. അല്ല ശ്രീ പി എം മനോജ്, അരുൺ സൂചിപ്പിച്ച ഒരു കാര്യം, സംസ്ഥാന ഗവൺമെന്റ് അവരെ കൂടെ ഉൾപ്പെട്ടതാണ് സംസ്ഥാന ഗവൺമെന്റ് എന്നറിയാതെ ഏത് ഉത്തരവാദിത്തരഹിതമായി എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചത് മറുപടി പറയാനൊന്നും ഞാനില്ല. ആദ്യ വിവരം ഉണ്ടാവണം, എന്നാലേ രക്ഷയുള്ളൂ. അല്ല ശ്രീ പി എം മനോജ്, ഇത് അങ്ങനെയെങ്കിൽ കാനൻ രാജേന്ദ്രൻ അതിനെ വിമർശിച്ചു. സർവജ്ഞപീഠം കയറിയ ശ്രീ മനോജ് തന്നെ ചോദ്യോത്തരം പറഞ്ഞാൽ മതി. സർവജ്ഞപീഠം കയറിയ മനോജ് തന്നെ ചോദ്യോത്തരം പറഞ്ഞോട്ടെ. സർവജ്ഞപീഠം അങ്ങനെ പോകേണ്ടതില്ല. അല്ലല്ല അങ്ങനെ വ്യക്തിപരമായി പോകേണ്ടതില്ല. മനോജ് അടക്കമുള്ള സ്തുതിപാഠകർക്ക് കേരളത്തിലെ ജനത നല്ല വില ഇട്ടിട്ടുണ്ട്. മനോജ് അടക്കമുള്ള സ്തുതിപാഠകർക്ക് ദീപസ്തംഭം മഹാശ്ചര്യം, അതിനപ്പുറത്തൊന്നും പറയാനില്ല. ഞങ്ങൾക്ക് മറുപടി നിങ്ങൾ പറയുകയും വേണ്ട. അത് താൻ തന്നെ പാർട്ടിയിൽ പോയി പറഞ്ഞാൽ മതി കേട്ടോ. പി എം മനോജ് അങ്ങനെ പോകേണ്ടതില്ല. പി എം മനോജ്, അരുൺ ദയവായി. അയ്യോ, സഹിഷ്ണുത വേണം. നിങ്ങളുടെ ഏറ്റവും എത്രയോ മര്യാദയായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ പറയും, നാട്ടിൽ പറയും, ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ ആളുകളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വീട്ടിലും പറയും. വീട്ടിൽ മാത്രം പറയുന്നവരുമല്ല, നാട്ടിലും പറയും. അതെ, ഞങ്ങൾ സ്തുതിപാഠകരാണ് എന്ന് താൻ തന്റെ പാർട്ടിയിൽ പറഞ്ഞാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല പി എം മനോജ്, ഒരു കാര്യം ഇവരൊക്കെ ആഭരണമാക്കരുത്. ഭാഷയെങ്കിലും ഉപയോഗിക്കാൻ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഈ വലിയ വിവരം എന്ന് പറയുന്ന ആള് ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ സാമാന്യം ഭേദപ്പെട്ട ഭാഷ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ബഹുമാന്യായ നേതാവ് ശ്രീ പി എം മനോജ്, താങ്കൾ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അല്ല പ്രകാശേ ഇവിടെ അദ്ദേഹം ഏതാളാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളൊക്കെ സ്തുതിപാഠകരാണെന്നാണ്. അത് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ പോയി പ്രയോഗിച്ചാൽ മതി.
അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ ഇവിടെ വേറെ കാര്യം വളരെ അങ്ങനെ പോകേണ്ടതില്ല, വ്യക്തിപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടതില്ല. ഞാൻ ചോദിക്കുന്നത് ആർക്കെങ്കിലും വ്യക്തിപരമായി അങ്ങോട്ടോ ഇങ്ങോട്ടോ വിഷമം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നു. പക്ഷേ ഇവിടെ PM മനോജ് പ്രധാനമന്ത്രിയുടെ കാര്യമാണ് പറയുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സുരക്ഷ ഒരുക്കുന്നു, അവിടെ ഇത്തരത്തിൽ ഒരു സമരം ഉണ്ടാകുന്നു, അത് പറയുന്നു. പക്ഷേ അതിനുശേഷം പുതുവൈപ്പിലും ഇതിന് സമാനമായി പോലീസ് ആക്രമണം ഉണ്ടായി. അത് എന്തുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ? അല്ല, കേരളത്തിന്റെ DGP, കേരളത്തിന്റെ പോലീസ് തലവനാണ് ഇന്ന് ഈ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അത് ഈ സമരത്തിൽ തീവ്രവാദ ബന്ധമുണ്ട്. എനിക്ക് സംശയമുണ്ട്. കാരണം ആ ഗോമതിയുടെ സമരം മൂന്നാറിൽ പോയിട്ട് പരിഹാസ്യനായി പരാജയപ്പെട്ട് തിരിച്ചു വന്ന നീലകണ്ഠം മുതൽ മറ്റ് പല എലമെന്റ്സ് ഈ സമരത്തിന് നയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കി, ആശങ്ക വളർത്തി, അവരുടെ ജീവിതം തകരുന്ന ധാരണ സൃഷ്ടിച്ച് അവരെ അടക്കം സമരത്തിലേക്ക് വലിച്ചിഴച്ച് പുതുവൈപ്പിൽ നിന്ന് ഹൈക്കോടതി ജംഗ്ഷനിലേക്ക് ആ സമരം കൊണ്ടുപോയി. അപ്പോൾ പൊടുന്നനെയാണ് പ്രഖ്യാപിച്ചത്. നേരത്തെ ഹൈക്കോടതി ജംഗ്ഷനിലെ സമരം നേരത്തെ പ്രഖ്യാപിച്ചതല്ല, അത് പൊടുന്നനെ ഉണ്ടായതാണ്. അവിടെ പ്രധാനമന്ത്രി വരുന്ന അതാണ് കുഴപ്പം. പ്രകാശ്, അത് പറയാൻ അനുവദിക്കൂ. അങ്ങനെ നടത്തിയ ഒരു സമരം, അതായത് പൊടുന്നനെ സ്പോണ്ടേനിയസ് ആയിട്ട് അവർ സമരം നടത്തുകയാണ്. അവിടെയാണ് പോലീസ് ആക്ഷൻ ഉണ്ടാകുന്നത്. ആ പോലീസ് ആക്ഷനെ കുറിച്ചാണ് അവരിപ്പോ പറയുന്നത്. സ്വാഭാവികമായും പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇത്രയും പ്രധാനമന്ത്രിയുടെ കാര്യം അവിടെ മാറ്റിവെക്കുക. കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ 8ാമത്തെ മെട്രോയുടെ ഉദ്ഘാടനമാണ് 17 നടന്നത്. ആ ഉദ്ഘാടനം നടക്കുന്ന ദിവസത്തിന്റെ തൊട്ട് തലേന്ന് ഹൈക്കോടതി ജംഗ്ഷനിൽ ഇതുപോലുള്ള ഒരു സമരവും ആക്രമണവും ഉപരോധവും ഉണ്ടാവുക എന്ന് പറയുന്നത് അത് സ്വാഭാവികമായും അത് വ്യക്തമാണ്. അത് പ്രധാനമന്ത്രി വരുന്ന ഗൗരവം ഉൾക്കൊള്ളണം, പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കണം, അതെല്ലാം ശരി തന്നെ. അതിനുശേഷം പുതുവൈപ്പിൽ നടന്ന ഈ ക്രൂരമായ ലാത്തിച്ചാർജോ എന്നതാണ് ചോദ്യം ഉയർന്നത്. ശ്രീ PM മനോജ്, എന്താണ് ചോദ്യം? എനിക്ക് മനസ്സിലായില്ല. അല്ല, അത് ഈ ഹൈക്കോടതിക്ക് മുന്നിൽ നടന്നത് പ്രധാനമന്ത്രിയുടെ യാത്രയും സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ്. സമ്മതിക്കാം വാദത്തിന് വേണ്ടി. 2 ദിവസത്തിന് ശേഷം പുതുവൈപ്പിൽ നടന്നോ? അതിനും കൂടിയുള്ള ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. പാവപ്പെട്ട ജനങ്ങളെ ഈ ലോകത്ത് തന്നെ ഏറ്റവും കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നു എന്ന് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പദ്ധതി, ആ പദ്ധതി അവരുടെ ജീവനും ജീവിതത്തിനും അപകടകരമാണ് എന്ന തെറ്റിദ്ധാരണ വളർത്തി അവരിൽ ആശങ്കയുണ്ടാക്കി അവരെ സമരത്തിലേക്ക് വലിച്ചിഴക്കുന്ന എലമെന്റ്സ് ഏത് എന്ന് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. അങ്ങനെ അവരെ അത്തരം ഒരു സമരത്തിലേക്കും ആക്രമണ മാർഗത്തിലേക്കും വലിച്ചിഴച്ചത് കൊണ്ടുണ്ടായ ദുരന്തമാണ് അവിടെ ഉണ്ടായ പോലീസ് ആക്ഷൻ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചിട്ടുണ്ട്. ആദ്യം നിങ്ങൾ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. പിന്നീട് ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചതിന് ശേഷം പങ്കെടുക്കുമെന്ന് പറഞ്ഞു. ആ യോഗം നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ സർക്കാരിൻ്റെ നയം, ഒപ്പം തന്നെ ഈ പോലീസ് നടപടി, ഇക്കാര്യങ്ങളിലെല്ലാം വളരെ വ്യക്തമായി സർക്കാർ അവരുടെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലൊന്ന്, ആ പ്രദേശവാസികൾക്ക് സുരക്ഷ ഒരുക്കണം, നിങ്ങളുടെ ആശങ്ക അകറ്റണം, പ്ലാന്റ് നിർമ്മിക്കണം. അപ്പോൾ ഈ നിലപാട് തന്നെയാണ് നാളത്തെ യോഗത്തിൽ ഉയരാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ അത് സ്വാഗതാർഹമാണോ? പ്ലാന്റ് നിർമ്മിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല, നിങ്ങളുടെ ആശങ്ക അകറ്റും. ഇല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ളത്, ഞങ്ങൾ IOC-ക്കെതിരല്ല, ഞങ്ങൾ ഗ്യാസിനുമെതിരല്ല. പക്ഷേ ഈ സംരംഭം പുതുവൈപ്പിൽ ഞങ്ങൾ അനുവദിക്കില്ല, അവിടെ വെക്കാൻ സമ്മതിക്കില്ലെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്, സമരസമിതിയുടെ നിലപാട്. അതൊരു സംശയമില്ല. VV രാജേഷ്, ഇതിന് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും BJP-യും കോൺഗ്രസും ഒപ്പം തന്നെ സഭകളും വ്യത്യസ്തമായ മറ്റ് സാംസ്കാരിക സംഘടനകളും മറ്റ് പ്രദേശത്തുള്ള മറ്റ് എല്ലാ സംഘടനകളും ആ ജനകീയ സമരത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് CPM മാത്രം അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയുക? പക്ഷേ അത് ഇന്ന് വളരെ വ്യക്തമായി ഒരു കാര്യം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇത് കേന്ദ്ര പദ്ധതിയാണ്. കേന്ദ്ര പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവിടുത്തെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നിയമപരമായ തടസ്സങ്ങളുണ്ട്, സാങ്കേതികമായ തടസ്സങ്ങളുണ്ട് സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ ഇടപെടാൻ. പ്രകാശ്, പദ്ധതികൾ വരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട, യാതൊരു സംശയവും വേണ്ട. മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെ വളരെ വികസനത്തിൽ മുന്നോട്ട് പോകുമ്പോഴേക്കും കേരളത്തിന് പുറന്തള്ളി നിൽക്കാൻ സാധ്യമല്ല. പക്ഷേ ഒരു സ്ഥലത്തും പദ്ധതികൾ നടപ്പിലാക്കേണ്ടത് ഇത്തരത്തിലാണ് എന്നുള്ള അഭിപ്രായത്തോടും തീരുമാനത്തോടും ഞങ്ങൾ യോജിക്കുന്നില്ല. എത്രയോ സംസ്ഥാനങ്ങൾ കേരളത്തിന് പുറത്തുണ്ട്, അവിടെയൊക്കെ തന്നെ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ജനങ്ങളെ ഇങ്ങനെ അടിച്ചമർത്തിയിട്ടാണ്. എനിക്ക് അത്ഭുതം തോന്നുന്നു. ശ്രീ PM മനോജ് ചർച്ചയിൽ വന്നിട്ട് പറയുകയാണ്, സ്ത്രീകൾ, കുട്ടികൾ, ചോര പരിഹസിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇതൊക്കെ കാണുമ്പോഴേക്കും നമുക്കൊരു വല്ലാത്തൊരു വൈകാരികത വരും. ഒരു ഇടതുപക്ഷ സഹയാത്രികൻ, ഇടതുപക്ഷ മാധ്യമപ്രവർത്തകനാണ് പറയുന്നത്. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല.
സ്ത്രീകളും കുട്ടികളും ചോരയും പോലീസും കാക്കിയും ലാത്തിയും ഒക്കെ കാണുമ്പോൾ, അവരുടെ വിരോധനങ്ങൾ കേൾക്കുമ്പോൾ മനുഷ്യസ്നേഹിയായിട്ടുള്ളവർക്ക് ആർക്കായാലും തന്നെ അതിൽ വിഷമം ഉണ്ടാകും, അതിൽ പ്രതികരിക്കും. ഞാൻ പദ്ധതി നടപ്പിലാക്കണം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ 120 ദിവസമായി നടക്കുന്ന ഈ സമരത്തിന് മുഖ്യമന്ത്രിക്ക് ആരോഗ്യപരമായ ചർച്ച ഇതിനു മുമ്പ് ആകാമായിരുന്നല്ലോ. മുഖ്യമന്ത്രി എന്തേ ആയില്ല? ഇത്രത്തോളം തല്ലിച്ചതച്ച്, ഇത്രത്തോളം ജനങ്ങളുടെ ശാപവും ഏറ്റുവാങ്ങിയ പദ്ധതിയുമായി മുൻപോട്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എങ്ങനെ കേന്ദ്ര പദ്ധതിയാണ്, പ്രധാനമന്ത്രി വരുന്നു. മനോജ് ടെലിഫോൺ ലൈനിലുണ്ട്. മനോജിന്റെ ഒരു മറുപടി കേട്ട ശേഷം സ്വാഭാവികമായും കൂടുതൽ സമയം മനോജിന് നൽകേണ്ടി വരുന്നത് മറ്റെല്ലാവരും ഈ സർക്കാരിനെയും ഒപ്പം തന്നെ പോലീസിനെയും വിമർശിക്കുന്നു. താങ്കൾ സർക്കാരിന്റെ നിലപാടുകളെ അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ട് മാത്രമാണ് CPM മനോജ്. അതുകൊണ്ട് എനിക്കങ്ങനെ കൂടുതൽ സമയമൊന്നും വേണ്ട. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, രാജേഷ് ഞാൻ പരിഹസിച്ചു എന്ന് പറഞ്ഞു, അത് സാധാരണഗതിയിൽ CPI-ക്കാരുടെ പ്രതികരണം എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോ സ്വാഭാവികമായും അത് സ്ത്രീകളെ തല്ലുന്നു, കുട്ടികളെ തല്ലുന്നു, രക്തം കാണുന്നു. അപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാവുന്ന പ്രതികരണം അത് സ്വാഭാവികമായ പ്രതികരണമാണ് എന്ന് സൂചിപ്പിക്കാനാണ്, അല്ലാതെ ഞാൻ പരിഹസിച്ചതൊന്നുമല്ല. രാജേഷ് അതില് തിരികെ കയറ്റി കുഴപ്പമുണ്ടാക്കണ്ട. ഒന്ന്. രണ്ടാമത് പദ്ധതികളുടെ നിർവഹണം. ഈ പദ്ധതികളുടെ നിർവഹണം എന്ന് പറയുന്നത് ഈ KV തോമസ് എന്ന് പറയുന്ന എറണാകുളത്തുള്ള MP ഉണ്ട്. അദ്ദേഹത്തിന്റെ മുൻകൈയിൽ അദ്ദേഹം നേതൃത്വം നൽകിയാണ് ഈ പദ്ധതി, UPA ഭരണകാലത്താണല്ലോ ഈ പദ്ധതി വരുന്നത്. അദ്ദേഹത്തിന്റെ വലിയൊരു മുൻകൈ ഈ പദ്ധതിക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ പദ്ധതി പൂർത്തീകരണത്തിന്റെ ഘട്ടത്തിലാണ് അവരും അതിനെതിരായിട്ട് മാറുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഓരോ പദ്ധതികളും അവസാന ഘട്ടത്തിൽ ഇത്രയധികം ചെലവ് നടത്തി, അതുപോലെ ഇത്രയധികം അധ്വാനം വിനിയോഗിച്ച്, ഇത്രയധികം സമയമെടുത്ത് പൂർത്തിയാകാനിരിക്കുന്ന ഒരു പദ്ധതി ഒരു കാരണവശാലും നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഒരു സമരം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ എന്താണ് നമ്മൾ അതിൽ ചെയ്യേണ്ടത്? അത് സംസ്ഥാന ഗവൺമെന്റ് ശ്രീ PM മനോജ്, ഇവിടെ ഈ സമരസമിതിയുടെ ഭാരവാഹിയായി സംസാരിച്ച ബിജു നാളെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ചർച്ചയുണ്ട്. അതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം പുതുവൈപ്പിൽ ഈ പദ്ധതി കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്നതാണ്. അങ്ങനെയെങ്കിൽ അവർ ശക്തമായി സമരമായി മുന്നോട്ട് പോകും. പുതുവൈപ്പിൽ തന്നെ പ്ലാന്റ് കൊണ്ടുവരണം, അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തണം, ആശങ്ക അകറ്റണം എന്നതാണ് CPM-ൻ്റെയും സർക്കാരിൻ്റെയും നയമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വന്നാൽ സ്വാഭാവികമായും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകാൻ പോകുന്നില്ല. അവർ ശക്തമായി സമരരംഗത്തേക്ക് വരും. ആ സമരത്തെ ഈ മാർഗമല്ലാതെ, പോലീസിനെ ഉപയോഗിച്ചല്ലാതെ അതിനെ ഒതുക്കാനും കഴിയാത്ത സാഹചര്യം വരും. അങ്ങനെയാണോ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇപ്പൊ ഇതേ സമീപനമാണെങ്കിൽ കേരളത്തിൽ LNG ടെർമിനൽ വരില്ല, ഗെയിൽ പൈപ്പ് ലൈൻ വരില്ല, അതുപോലെ ഏറ്റവും ശക്തമായ വൈദ്യുതി പ്രസരണമുള്ള ലൈനുകൾ വരില്ല, കൂടംകുളത്തിന് വൈദ്യുതി കൊണ്ടുപോകാൻ കഴിയില്ല. ഇങ്ങനെ ഒരു പദ്ധതിയും നടപ്പാക്കാൻ, കാരണം എല്ലാ പദ്ധതിയും ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്നതാണ്. ആ വിഷമം അകറ്റുകയും ജനങ്ങളുടെ ആശങ്ക അകറ്റുകയും ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഗവൺമെന്റിന്റെ കർത്തവ്യം. അത് സമ്മതിക്കാതെ അതിന് പകരം ജനങ്ങളെ ആകെ ആശങ്കയിലാഴ്ത്തുന്ന ചില ആളുകൾ രംഗത്തുണ്ട്. അവര് റോഡ് വികസിപ്പിക്കുമ്പോഴും അതുപോലെ പശ്ചാത്തല സൗകര്യ വികസനം നടക്കുമ്പോഴും ഒക്കെ ഇതുപോലുള്ള മുക്കാപ്പോക്കുമായി രംഗത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ പല വികസന പദ്ധതികളും മുടങ്ങിക്കിടക്കുന്നത്. അപ്പൊ അതിന് പിന്നിൽ പല 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 ആ എലമെന്റ്സിലാണ് തീവ്രവാദികളുള്ളത്. ജനങ്ങൾക്ക് ആശങ്കയുണ്ടാവും, ജനങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടാകും, പല രീതിയിലുള്ള സമരങ്ങൾ ഉണ്ടാകും. പക്ഷെ ആ സമരത്തോട് ഒരു സർക്കാർ, ഒരു ജനകീയ സർക്കാർ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സർക്കാർ, വിശേഷിച്ച് ഒരു ഇടത് സർക്കാർ, അവരുടെ പോലീസ് ഇത്തരത്തിലാണോ പെരുമാറേണ്ടത് എന്നത് മാത്രമാണ്. അതിക്രൂരമായി അല്ലല്ല. ഒരു കാരണവശാലും ഏത് ജനകീയ സമരത്തെ ആയാലും അടിച്ചമർത്തുക എന്നത് ഇടതുപക്ഷത്തിന്റെ നയമേ അല്ല. പക്ഷേ നിങ്ങളെ തല്ലാൻ വന്നാൽ നിങ്ങൾ തിരിച്ചു തല്ലുവോ? നിങ്ങളെ തല്ലാൻ വന്നാൽ നിങ്ങൾ ചെറുത്തു നിൽക്കുവോ? വിവിധ സമരങ്ങളില് പലപ്പോഴും ഉണ്ടാവുന്ന ആക്രമണങ്ങൾ എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാലോ. ഇതിൽ അരുണിന്റെ ഒരു മറുപടി കൂടി കേട്ട ശേഷം മടങ്ങി വരാം. പക്ഷേ ക്രമസമാധാനം തകർക്കാനുള്ള സമരമുണ്ട്, നുഴഞ്ഞു കയറി കുഴപ്പമുണ്ടാക്കി ക്രമസമാധാനം തകർക്കുന്ന സമരങ്ങളുണ്ട്. അപ്പോ ഈ പാവപ്പെട്ട ജനങ്ങൾ നടത്തുന്ന സമരത്തിൽ ഏതൊക്കെയോ ശക്തികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന ന്യായമായ സംശയമാണ് പോലീസ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ബാഹ്യ ശക്തികളുടെ ഇടപെടലാണ് ഈ പ്രകോപനത്തിന്, സമരക്കാരുടെ മുഴുവൻ പ്രകോപനത്തിനും ആ സമരക്കാരുടെ രീതിക്കും എല്ലാം മാറ്റം വരുന്നത്. അതുകൊണ്ടാണ് പോലീസിന് ഇങ്ങനെ പ്രവർത്തിക്കേണ്ടി വരുന്നത് എന്നാണ് സർക്കാർ പറയുന്നത്, പോലീസും പറയുന്നത്. ഇവിടെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്
യതീഷ് ചന്ദ്ര എന്ന് പറയുന്ന DCPയുടെ നേതൃത്വത്തിൽ നടന്ന നരനായാട്ട് തന്നെയാണ്. അല്ല, തീവ്രവാദികളുടെ നടപടിയെടുക്കണം. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണോ തീവ്രവാദി? 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണോ തീവ്രവാദി? 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണോ തീവ്രവാദി? 80 വയസ്സ് കഴിഞ്ഞ പ്രായം ചെന്ന മനുഷ്യനാണോ തീവ്രവാദി? ആ സ്ത്രീകളെയും കുട്ടികളെയും വലിച്ചടയ്ക്കുന്ന കാഴ്ച കണ്ടിട്ടും അത് തീവ്രവാദികൾക്കെതിരെ നടന്ന നടപടിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഒരു മനുഷ്യൻ സാധിക്കില്ല, ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ സാധിക്കില്ല. അതാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. അതിനെയാണ് വരമ്പത്ത് നിന്ന് കണ്ട് അഭിപ്രായം പറയുന്നു എന്നെല്ലാം പറയുന്നത്. ഇവിടെ CPI ആണെങ്കിലും AIYF ആണെങ്കിലും പറഞ്ഞിട്ടുള്ള അഭിപ്രായം യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് ഒരു ജനകീയ സമരത്തെ നേരിടുന്ന ഇടതുപക്ഷ നിലപാടല്ല, ഇടതുപക്ഷ നയമല്ല. നേതൃത്വത്തിൽ നടന്ന ഹൈക്കോടതിക്ക് മുന്നിലെ പോലീസ് അതിക്രമത്തിന് മാത്രമാണോ CPIക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്, വിരുദ്ധ നിലപാടുള്ളത്? ഈ സമരവുമായി ബന്ധപ്പെട്ട് ഈ സമരം നടത്തുന്ന സമരപ്രവർത്തകരെ അവരെ യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട്, അതല്ലെങ്കിൽ അവരെ ആശങ്ക അകറ്റിക്കൊണ്ട് അവരുടെ ജീവിതത്തിന് പ്രയാസങ്ങൾ ഉണ്ടാകാത്ത പദ്ധതിയാണ് എന്ന കാര്യം പറഞ്ഞ് മനസ്സിലാക്കാതെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകരുതെന്നാണ് പറയുന്നത്. ഹരിത ട്രിബ്യൂണലടക്കം കേസ് നിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഇത് ഇത്ര പെട്ടെന്ന്, വളരെ പെട്ടെന്ന് പ്രധാനമന്ത്രി ഇതാ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി വരുന്നതിന്റെ തലേ ദിവസം കൊണ്ടുപോയി ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം വീണ്ടും തുടങ്ങിയത് എന്തിനു വേണ്ടി? സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള CPIക്ക് ഇതിൽ ഉത്തരവാദിത്വമില്ലേ? ഈ ജനങ്ങളെ അവരുടെ ആശങ്ക അകറ്റാൻ, സുരക്ഷിതത്വം ഒരുക്കാൻ ഉത്തരവാദിത്വമുണ്ട് എന്ന നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് CPI വിഷയം പറയുന്നത്. എന്തുകൊണ്ട് AIYF ആണ് ഈ അഭിപ്രായം പറയുന്നത്? ഒരേ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കൂ. കേട്ടില്ല? എന്തുകൊണ്ട് റൂറൽ SP ജോർജിന്റെ നടപടിയെ വിമർശിക്കുന്നില്ല? ഈ യതീഷ് ചന്ദ്രയെ വിമർശിക്കാൻ കാണിക്കുന്ന അത്ര ആർജവും ആ ജോർജിന്റെ നടപടിയെ വിമർശിക്കേണ്ടതല്ലേ? ജോർജിന്റെ നടപടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞല്ലോ, തീവ്രവാദി ബന്ധം ആദ്യം പറഞ്ഞ ആൾ ജോർജാണ്. ജോർജിന് ഉത്തരവാദിത്വമുണ്ട്. തീവ്രവാദികൾ ആരാണ്, ഏത് തീവ്രവാദികളാണ് ഈ സമരത്തിൽ നുഴഞ്ഞു കയറിയെന്ന് പറയാൻ. ആ വിവരം പറഞ്ഞല്ലോ. ജോർജിനേക്കാൾ കൂടുതൽ ഞങ്ങൾ യതീഷ് ചന്ദ്രയെ വിമർശിച്ചെങ്കിൽ അതിന് കാരണം യതീഷ് ചന്ദ്രയുടെ പ്രവർത്തനങ്ങളാണ്. ഒരു കാര്യം സൂചിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഈ യതീഷ് ചന്ദ്ര എന്ന് പറയുന്ന വ്യക്തിയുടെ ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കണം. പോയ കാലത്ത് അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങൾ ഒന്ന് പരിശോധിക്കണം. വടകര മറന്നിട്ടില്ല. വടകരയിൽ CPIMന്റെ ഓഫീസിൽ കയറിയാണ് അടിച്ചു ചേർത്തത്. എന്നിട്ട് പറഞ്ഞു ഈ പാർട്ടി ഞാനിവിടെ തീർക്കുമെന്ന് ഉറക്കെ ആക്രോശിച്ച വ്യക്തിയാണ് യതീഷ് ചന്ദ്ര. അതിനുശേഷം ഏറെ കാലമായിട്ടില്ല, അങ്കമാലിയിൽ CPIMന്റെ ഏരിയ സെക്രട്ടറി ഷിബു ചേട്ടൻ അടക്കമുള്ള CPIMന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ, എൻ്റെ അടുത്ത സുഹൃത്താണ്, അവരെയൊക്കെ മർദ്ദിച്ച കാഴ്ച നമ്മൾ മറന്നിട്ടില്ല. പുള്ളി കുത്തിയിരിക്കുന്ന നേതാവ് പറഞ്ഞത്, പുള്ളി കുത്തിയിരിക്കുക എന്നാ പറഞ്ഞത് യതീഷ് ചന്ദ്രയെ. ആ യതീഷ് ചന്ദ്രയാണ് ഇന്ന് ഈ മൃഗീയമായ നരനായാട്ടിന് എറണാകുളത്ത് നേതൃത്വം നൽകുന്നത്. ആ വ്യക്തിയെ സസ്പെൻഡ് ചെയ്ത് അന്വേഷിക്കണം. അദ്ദേഹത്തിന്റെ മനോനില കൂടി ഒന്ന് പരിശോധിക്കുന്ന നല്ലതാ. അദ്ദേഹത്തിന്റെ മാനസിക പരിശോധിക്കണം. നടപടിക്രമങ്ങൾ കണ്ടാൽ ദീർഘകാലം പോലീസിൽ ഉന്നത പദവി അലങ്കരിച്ച വ്യക്തി കൂടിയാണ്. പോലീസ് ഒരു പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ, ഒരു അക്രമാസക്തമായി ആ പ്രക്ഷോഭം മാറുമ്പോൾ പോലീസ് പ്രവർത്തിക്കേണ്ടി വരുന്നു. ചിലപ്പോൾ ലാത്തിച്ചാർജ് നടത്തേണ്ടി വരുന്നു, ചിലപ്പോൾ കുറച്ച് ക്രൂരമായി ആ സമരത്തെ നേരിടേണ്ടി വരുന്നുണ്ട്. ഇതെല്ലാം ഒരു സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന പോലീസിന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെയോ ഉന്നതന്മാരുടെ അറിവോട് കൂടിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? അവിടുത്തെ ആ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനെ അതിന് നേതൃത്വം നൽകുന്ന ആ ഉദ്യോഗസ്ഥൻ്റെ തീരുമാനം മാത്രമല്ലേ അത്? അങ്ങനെയാണോ അതിന് മനസ്സിലാക്കേണ്ടത്? അല്ല, ക്രമസമാധാന പ്രശ്നം ഇങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന സാഹചര്യത്തിൽ നടപടി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരിക്കലും നടപടി എടുക്കുന്ന ആവശ്യപ്പെടില്ലല്ലോ. സുഭാഷ് ബാബുവിന് പറയാം. ഹലോ സുഭാഷ് ബാബു, ഈ ക്രമസമാധാനം ഇതേമാതിരി സമരങ്ങളുണ്ടായി ക്രമസമാധാനം തകർക്കുന്ന സാഹചര്യത്തിൽ അവിടെ നിയുക്തനായ ഏറ്റവും സീനിയറായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ, SI കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനായിരിക്കും ഇതിൻ്റെ ഉത്തരവാദി. അത് മുൻകൂട്ടി അറിയുകയാണെങ്കിൽ അതിനൊരു മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തോടുകൂടി ഇതിനെ നേരിടണമെന്നാണ് നിയമം പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു സമരം ഉണ്ടാകുന്നു. ആ സമരം ഉണ്ടാകുമ്പോൾ അതും ഒരു VVIPയുടെ ബന്ധവസിൻ്റെ ഭാഗമായി ഒരു മോട്ടോ ക്രിക്കറ്റ് റിഹേഴ്സൽ നടക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് അവിടെ വന്നൊരു സമരമോ തടസ്സമോ ഉണ്ടാക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് മാറ്റിയേ പറ്റൂ. അതിന് അവിടുത്തെ ഉദ്യോഗസ്ഥൻ വളരെ സത്വരമായി അദ്ദേഹത്തിന് കിട്ടുന്നത്ര ഫോഴ്സിനെ വെച്ച് ഏറ്റവും പെട്ടെന്ന് അവിടെ നിന്ന് അത് മാറ്റാൻ സാഹചര്യം പോലീസിന്റെ പ്രവൃത്തിയുമാണ്. പക്ഷേ എന്റെ ചോദ്യം അത് ആഭ്യന്തര വകുപ്പ് അതല്ലെങ്കിൽ പോലീസിന്റെ ഉന്നത മേധാവികൾ എല്ലാം അറിഞ്ഞുകൊണ്ട് അതാണ് പോലീസ് നയം എന്ന് ചിത്രീകരിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ എന്നാണ്.
ഒരിക്കലുമില്ല. കാരണം അവിടുത്തെ ഉദ്യോഗസ്ഥൻ മാത്രം എടുക്കുന്ന തീരുമാനമാണ്, അദ്ദേഹത്തിന് മാത്രമാണ് ആ തീരുമാനം എടുക്കാനുള്ള അധികാരം. ആ സമയത്ത് ഏതെങ്കിലും അദ്ദേഹത്തിന് സംശയമോ ആശങ്കകളോ ഉണ്ടെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരുമായിട്ട് ഫോൺ മുഖാന്തരമോ അല്ലെങ്കിൽ വയർലെസ് മുഖാന്തരമോ ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വാങ്ങാം എന്നല്ലാതെ അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥനാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം, അദ്ദേഹം തന്നെ ചെയ്യണം. വീഴ്ച വന്നാൽ അവിടെ ഏതെങ്കിലും രീതിയിലുള്ള അനാസ്ഥ സംഭവിച്ചാൽ ആ ഉദ്യോഗസ്ഥൻ മാത്രമേ അതിന് ഉത്തരവാദിയാകുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരിലായിരിക്കും നടപടി വരുന്നത്, അദ്ദേഹത്തിൻ്റെ വീഴ്ചയായി കണക്കാക്കുന്നത്. അതുകൊണ്ട് ഉദ്യോഗസ്ഥൻ്റെ നടപടി ഇതിനകത്ത് ആകെ ഉണ്ടാകുന്നത് യതീഷ് ചന്ദ്ര എന്ന് പറയുന്ന DCPക്കാണ് അവിടുത്തെ ചാർജ് ഉണ്ടായിരുന്നത്. അദ്ദേഹം സ്ഥലത്തെത്തി അവിടെ അപ്പം മോബിനെ അവിടുത്തെ അക്രമാസക്തമായിട്ട് തിരിഞ്ഞ ആൾക്കാരെ പിരിച്ചുവിട്ടതിൽ തെറ്റില്ല. പക്ഷേ അങ്ങനെ പിരിച്ചുവിടുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് മനുഷ്യത്വപരമായ ചില നടപടികൾ ഉണ്ടായി, അത് ശരിയാണ്. കാരണം അറസ്റ്റ് ചെയ്ത് പിടിച്ച് പോലീസുകാർ കൊണ്ടുവരുന്ന ആളെ വീണ്ടും പോയി അടിക്കുക, അതേപോലെ തന്നെ അനാവശ്യമായിട്ട് വലിച്ചഴക്കുക, അതൊക്കെ ഒഴിവാക്കുന്ന അങ്ങനെ മനുഷ്യത്വരഹിതമായ പ്രവൃത്തി DCPയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതെന്തുകൊണ്ട് DGPക്ക് ബോധ്യപ്പെടുന്നില്ല? DGP ഇന്ന് അദ്ദേഹത്തെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ജനപ്രതിനിധികൾക്ക് ബോധ്യപ്പെടുന്നില്ല? അതെ, DGP പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ആ സാഹചര്യത്തിൽ അദ്ദേഹം ഏത് രീതിയിൽ പ്രവർത്തിക്കണോ ആ രീതിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ചെറിയ ന്യൂനതകൾ ഉണ്ടായതിനെ സംബന്ധിച്ച് അദ്ദേഹം പ്രതിപാദിച്ചിട്ടില്ല. ഈ ന്യൂനതകളെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും, പക്ഷേ അദ്ദേഹത്തിന് പെട്ടെന്ന് അത് ന്യായീകരിക്കാൻ പറ്റില്ല. നേരെ അതൊരു അന്വേഷണത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ന്യൂനതകൾ തീർച്ചയായും അവിടെ പ്രതിഫലിക്കും. അത് നടപടിക്ക് വിധേയമാകും, അല്ലെങ്കിൽ താക്കീതെങ്കിലും കൊടുത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മാറ്റുകയോ. യതീഷ് ചന്ദ്രയുടെ ക്രൂരമായ നടപടിയെ BJPയും മറ്റ് രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ വിമർശിക്കുന്നുണ്ട്. പക്ഷെ മറുവശത്ത് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് ആ സാഹചര്യം വിലയിരുത്തപ്പെടേണ്ടത്. അങ്ങനെയെങ്കിൽ ഇന്ന് DGP പറഞ്ഞു, പോലീസിൻ്റെ സംസ്ഥാനത്തെ ഏറ്റവും ഉന്നതനായ മേധാവി പറയുകയാണ് ഇത്തരത്തിലൊരു വിഷയമുണ്ടായിരുന്നു, ഒരു തീവ്രവാദി ഭീഷണി ഉണ്ടായിരുന്നു, അത്തരത്തിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അവിടെ നടത്തുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു സമരത്തെ കൈകാര്യം ചെയ്യേണ്ടി വന്നത്. അതിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പശകുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുമായിരിക്കാം, അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. പക്ഷേ സ്ഥിതി മറിച്ചായിരുന്നുവെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ സമരത്തെയും ഒപ്പം തന്നെ യതീഷ് ചന്ദ്രയെയും പിന്തുണയ്ക്കുന്ന BJP തന്നെ ഏതെങ്കിലും തരത്തിലൊരു സുരക്ഷാ വീഴ്ച സംഭവിച്ചാൽ അതിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തിയതിനെ സ്ഥിതി വളരെ മറ്റൊരു തലത്തിലേക്ക്, ഒരുപക്ഷെ രാജ്യത്ത് മൊത്തം ഒരു മോശമാകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു. അത്ര ഗൗരവമുണ്ട് ആ വിഷയത്തിന്, പോലീസിൻ്റെ വാദം വിശ്വസിക്കുകയാണെങ്കിൽ മാത്രം. അല്ല, പ്രധാനമന്ത്രിയായാലും മുൻ പ്രധാനമന്ത്രിയായാലും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പോലുള്ള നല്ല സെക്യൂരിറ്റി ത്രെട്ടുള്ള നേതാക്കന്മാരായാലും അവർക്ക് സംരക്ഷണം നൽകേണ്ടത് സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അത് ചെയ്തു എന്നുള്ളതിൽ അഭിനന്ദിക്കുന്നു, നമുക്ക് അഭിമാനിക്കാം. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും പ്രധാനമന്ത്രി വന്നത് കണ്ടാണ്, അതുകൊണ്ടാണ് ജനങ്ങളെയൊക്കെ ഇങ്ങനെ തള്ളിച്ചതച്ചത് എന്ന് പറഞ്ഞതിനോട് യോജിക്കാൻ സാധിക്കില്ല. ഇവിടെ ഈ റിട്ടയർഡ് പോലീസ് ഓഫീസർ പറഞ്ഞല്ലോ, ഒരു വയലന്റ് മോബ് അല്ലെങ്കിൽ ഒരു ക്രമസമാധാനം ലോ ആൻഡ് ഓർഡർ തകർക്കുന്ന ഒരു മോബ് ഉണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടുവാനുള്ള മിനിമം ഫോഴ്സ് യൂസ് ചെയ്യാം. ആ മിനിമം ഫോഴ്സ് യൂസ് ചെയ്യുന്നതിൽ രണ്ട് പോലീസുകാർ ചേർന്ന് ഒരാളിനെ വലിച്ചെടുത്തുകൊണ്ട് പോകുമ്പോഴേക്കും ഈ DCP പുറകെ ചെന്നിട്ട് അരിശം തീർക്കാൻ എന്തിനാണ് തല്ലുന്നത്? തറയിൽ കിടന്ന് എല്ലാം കഴിഞ്ഞ് സറണ്ടർ ആയിട്ടുള്ള ഒരു സമരക്കാരനെ അയാളെ വീണ്ടും പോയി ചെന്ന് തല്ലി എന്തിനാണ് അയാളുടെ ആവേശം തീർക്കുന്നത്? എന്നിട്ട് ജനങ്ങളുടെ മുകളിൽ ക്യാമറയുടെ മുമ്പിൽ നോക്കി നിന്നിട്ട് മസിൽ പരിപ്പിച്ച് കാണിക്കുക. ഇതൊക്കെയാണോ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങിക്കുന്ന ഒരു ഓഫീസർ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ഭ്രാന്തന്മാരായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ മനോനിലയെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഈ സെൻസിറ്റീവ് ഏരിയ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെയൊക്കെ പിടിച്ച് വല്ല ഡോഗ് സ്ക്വാഡോ അല്ലെങ്കിൽ വനിതാ അവസാനിപ്പിക്കാം. മഹിജയുടെ വിഷയമുണ്ടായപ്പോഴും CPI പോലീസിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ, പോലീസ് നയങ്ങൾക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചു. ഇപ്പോൾ ഈ വിഷയത്തിലും ഒരു ജനകീയ സമരങ്ങൾ, പ്രതിഷേധങ്ങളെ ഇടതുപക്ഷ സർക്കാർ, അതിൻ്റെ പോലീസ്, അതിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യേണ്ട രീതിയിലല്ല പോകുന്നത് എന്ന നിലപാടാണ് CPIക്കുള്ളത്. പരസ്യമായി തന്നെ അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ അങ്ങനെ തന്നെ പോലീസ് നയവും ആഭ്യന്തര വകുപ്പും കാക്കിപ്പടയും തുടർന്നും പ്രവർത്തിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് CPIക്ക് ഇനി ഇത് തിരുത്താൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? ജനയുഗത്തിൽ മുഖപ്രസംഗം എഴുതുന്നു, അതിന് മുഖവിലയ്ക്ക് പോലും എടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് PM മനോജിനെ പോലെയുള്ള ആളുകൾ പറയുകയും ചെയ്യുന്നു, CPM പ്രതിനിധികൾ.
അങ്ങനെയെങ്കിൽ ഈ പ്രതിഷേധങ്ങൾ നടത്തുന്നു എന്നതല്ലാതെ, അല്ലെങ്കിൽ ഈ മുഖപ്രസംഗങ്ങൾ, നേതാക്കളുടെ പ്രസ്താവനകൾ എന്നതല്ലാതെ ഈ സർക്കാരിന് ശക്തമായി നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്ത പോലീസ് നയമുണ്ട് എങ്കിൽ അതിനെ തിരുത്തിക്കാൻ കഴിയുന്ന ശക്തി CPIക്കുണ്ടോ? CPIയുടെ അഭിപ്രായം പറയുന്നത് കേരളീയ പൊതുസമൂഹത്തിൻ്റെ വക്താക്കൾ എന്ന രീതിയിൽ തന്നെയാണ്. മഹിജയുടെ സംഭവം ഉണ്ടായപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യണം. അതിന് ഭരണമോ പ്രതിപക്ഷമോ നോക്കേണ്ട കാര്യമില്ല. ചർച്ചയെ പരിഹരിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്, ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അന്ന് അത്തരത്തിൽ പ്രതികരണം നടത്തിയത്. എന്നിട്ട് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നയത്തിനെതിരെ, ഇടതുമുന്നണിയുടെ തീരുമാനങ്ങൾക്കെതിരെ എന്തെങ്കിലും വർത്തമാനം പറയുന്നുണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ? ഇടതുപക്ഷത്തിൻ്റെ പോലീസ് നയമല്ല അന്നും നടന്നിട്ടുള്ളത്. മഹിജയുടെ സംഭവത്തിൽ നടന്നിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ പോലീസ് നയമല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പുതുവൈപ്പിൽ കാണിച്ചത്, എറണാകുളത്ത് കാണിച്ചത്, അതാണ് ഇടതുപക്ഷത്തിൻ്റെ പോലീസ് നയം. ഇവിടെ സൂചിപ്പിക്കേണ്ടായല്ലോ, അറസ്റ്റ് ചെയ്ത ശേഷം കീഴടങ്ങി നടന്നു പോകുന്ന, പോലീസിന്റെ വാഹനത്തിലേക്ക് നടന്നു പോകുന്ന സമര പ്രവർത്തകനെ പുറകെ പോയി വീണ്ടും ആക്രമിക്കുന്നു. ഒരുതരം സാഡിസ്റ്റാണ് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ. അതല്ലെങ്കിൽ ഈ ഇത്രയും വലിയ ജനകീയ പ്രക്ഷോഭമാണ് പോലീസ് നടപടി എന്നെല്ലാം പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല. കോടിയേരി ബാലകൃഷ്ണൻ പോലീസിനെ ന്യായീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ സർക്കാരിന്റെ നയം ആണ് ഈ പോലീസ് നടപ്പാക്കുന്നത് എന്ന് തന്നെ വേണം വിശ്വസിക്കാൻ. ഒരിക്കൽ പോലും ഇതാണ് ഇടതുപക്ഷത്തിൻ്റെ പോലീസ് നയം. ഇടതുപക്ഷത്തിൻ്റെ നയം തീരുമാനിക്കുന്നത് ഒന്നോ രണ്ടോ വ്യക്തികളൊന്നുമല്ല, ഇതൊരു മുന്നണിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോലീസ് നയത്തിന് വിരുദ്ധമായിട്ടുള്ള നടപടികൾ കണ്ടിട്ടാണ് ഞങ്ങൾ പ്രതികരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് തുടർന്നും പ്രതികരിക്കുകയും ചെയ്യും. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംരക്ഷിക്കണമെന്ന് തന്നെയാണ്. ഇടതുപക്ഷത്തിൻ്റെ മുഖമികൃതാവരുത്, ജനകീയ ഗവൺമെന്റ് മുഖമികൃതാവരുത്, ഈ ഗവൺമെന്റ് മോശമാവരുത്. അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ പറയും പരസ്യമായി പ്രതികരിക്കേണ്ട കാര്യങ്ങളിൽ പോലീസ് നടപടിക്കെതിരെ വർത്തമാനം പറയുമ്പോൾ അലോസരപ്പെടുന്ന എന്തിനാണ് മാത്രം മനസ്സിലാകുന്നില്ല. പുതുവൈപ്പിലേത് തീവ്രവാദ സമരമോ എന്നാണ് പ്രൈം ഡിബേറ്റ് പരിശോധിച്ചത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത VV രാജേഷ്, റിട്ടയർഡ് SP സുഭാഷ് ബാബു, ഒപ്പം തന്നെ സമരസമിതി പ്രവർത്തകൻ ബിജു, AIYF നേതാവ് N അരുൺ, ടെലിഫോണിൽ സംസാരിച്ച PM മനോജ്. മറ്റൊരു വിഷയവുമായി നാളെ കാണാം. നമസ്കാരം.